ഇന്ത്യ പാകിസ്ഥാൻ ലോകകപ്പ് പോരാട്ടങ്ങൾ എക്കാലത്തും ശ്രദ്ധേയമാണ്. ഓരോ മത്സരങ്ങളും ഓർത്തിരിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് നൽകാറുമുണ്ടോ? ഇന്ത്യ പാക് മത്സരങ്ങളിലെ ചില ഓർമ്മകളിലേക്കാണ് ആ റിപ്പോർട്ട് കാണാം. 1996 ഏകദിന ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നവജോത് സിദ്ധുവിന്റെയും അജയ് ജഡേജയുടെയും ബാറ്റിംഗ് മികവിൽ ഇന്ത്യ കുറിച്ചത് 287 റൺസ്. മറുപടി ബാറ്റിംഗിൽ നിറഞ്ഞ ഇന്ത്യൻ ആരാധകരെ സാക്ഷിയാക്കി ആമിർ സുഹേലും സായിദ് അൻവറും ചേർന്ന് അടിച്ചെടുത്തത് 10 ഓവറിൽ 84 റൺസ്. അൻവർ വീണെങ്കിലും സുഹേൽ കൂറ്റിനടി തുടർന്നു. 15-ാം ഓവർ എറിയാനെത്തിയ വെങ്കടേഷ് പ്രസാദിന്റെ 5-ാം പന്തിൽ സുഹേൽ ക്രീസിൽ നിന്ന് ചാടിയിറങ്ങി എക്സ്ട്രാ കവറിന് മുകളിലൂടെ ബൗണ്ടറി വർത്തി. പ്രസാദിന്റെ മുഖത്തു നോക്കി പോയിന്റ് ബൗണ്ടറിയിലേക്ക് വിരൽ ചൂണ്ടി സുഹേലിന്റെ വെല്ലുവിളി. അടുത്ത പന്തും ഞാൻ അവിടെ തന്നെ അടിക്കും. അമിതാവേശത്തിൽ ബാറ്റ് വീശിയ സുഹേലിന് പ്രസാദിന്റെ വക ഒരു ലെഗ് കട്ടർ. ഓഫ് സ്റ്റംപ് വായുവിൽ പറന്നു. അനായാസം പാകിസ്ഥാൻ ജയിക്കുമെന്ന് കരുതിയ മത്സരത്തിൽ ഇന്ത്യക്ക് 39 റൺസിന്റെ തകർപ്പൻ ജയം. വർഷം 2003. സെഞ്ചുറിനിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കുറിച്ചത് 273 റൺസ്. തീതുപ്പുന്ന പന്തുമായി വരുന്ന അക്തറിനെതിരെ സച്ചിനും സെവാഗും ക്രീസിൽ. ബൗൺസറുകൾ കൊണ്ട് സച്ചിനെ നേരിടാൻ ഉറച്ചെത്തിയ അക്തർ 150 കിലോമീറ്റർ സ്പീഡിൽ ഒരു ബൗൺസർ സച്ചിന് നേരെ തൊടുത്തുവിട്ടു. തലയ്ക്ക് നേരെ വന്ന പന്തിനെ സച്ചിൻ തലയ്ക്ക് മുകളിലൂടെ തഴുകിവിട്ടു. പന്ത് ചെന്ന് പതിച്ചത് ആർത്തിരുമുന്ന ഗ്യാലറിയിൽ. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ അക്തറിന് റീപ്ലേ കാണേണ്ടി വന്നു. പിന്നീട് കണ്ടത് സച്ചിനും അക്തറും തമ്മിലുള്ള തീപ്പൊരി പോരാട്ടം. സച്ചിൻ പാക് ബോളിംഗ് നിരയെ കണക്കിന് പ്രഹരിച്ചു. 75 പന്തിൽ അടിച്ചെടുത്തത് 98 റൺസ്. ഒടുവിൽ അക്തറിന് വിക്കറ്റ് നൽകി സച്ചിൻ മടങ്ങിയെങ്കിലും ഇന്ത്യക്ക് 6 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ടി20 ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരം. മെൽബണിൽ പരാജയഭീതിയിലായി ഇന്ത്യക്ക് വേണ്ടത് 18 പന്തുകളിൽ 48 റൺസ്. പന്തെറിയാനെത്തുന്നത് പാകിസ്ഥാന്റെ മികച്ച ബോളർ ഹാരിസ് റൌഫ്. ആദ്യ 4 പന്തിൽ 3 റൺസ് മാത്രം. ഇന്ത്യക്ക് വേണ്ടത് 14 പന്തിൽ 45 റൺസ്. ക്രീസിൽ റൌഫിനെ നേരിടുന്നത് വിരാട് കോഹ്ലി. ഹാരിസ് റൌഫിന്റെ ഷോട്ട് ബോളിനെ സ്റ്റംപിൽ നിന്ന് മാറിയ കോഹ്ലി റൌഫിന്റെ തലയ്ക്ക് മുകളിലൂടെ പായിച്ചു. ക്യാച്ചെന്ന് കരുതിയ പന്ത് ബൗണ്ടറി ലൈനും കടന്നു പറന്നു. അടുത്ത പന്തിലും കോഹ്ലി റൌഫിനെ ഗ്യാലറിയിലെത്തിച്ചു. തുടരെ 2 സിക്സറിലൂടെ മത്സരം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുത്ത ഓവർ. ആവേശകരമായ മത്സരത്തിലെ അവസാന പന്തിൽ ഇന്ത്യക്ക് മിന്നും ജയം. 53 പന്തിൽ 88 റൺസുമായി കോഹ്ലി കാഴ്ചവെച്ചത് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്ന്. പ്രഥമ 2020 ലോകകപ്പ്. അവസാന ഓവറിൽ ഒരു വിക്കറ്റ് കയ്യിലിരിക്കെ പാകിസ്ഥാന് വേണ്ടത് 13 റൺസ്. മിസ്ബയ്ക്കെതിരെ ധോനി പന്ത് നൽകിയത് ജോഗീന്ദർ ശർമ്മയ്ക്ക്. ആദ്യ പന്ത് വൈഡ്. 2-ാമത്തെ പന്തിൽ റൺസില്ല. 3-ാമത്തെ പന്തിൽ മിസ്ബയുടെ ഷോട്ട് ഗ്യാലറിയിൽ. പാകിസ്ഥാന് 5 പന്തിൽ വേണ്ടത് 6 റൺസ്. മിസ്ബയുടെ സ്കൂപ്പ് ഷോട്ട് വായുവിൽ പറന്നപ്പോൾ ഇന്ത്യൻ ആരാധകർ തലയിൽ കൈവച്ചു. പക്ഷേ പന്തിന്റെ യാത്ര അവസാനിച്ചത് മലയാളി താരം ശ്രീശാന്തിന്റെ കയ്യിൽ. ഇന്ത്യക്ക് പ്രഥമ 2020 ലോകകപ്പ്. 1992 മിയാദിന്റെ മങ്കി ജംപ്, 2015 വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി, അങ്ങനെ ഓർമ്മകൾ പലതാണ്. ഇന്ന് കൊളംബോയിൽ മറ്റൊരു ഇന്ത്യ പാക് പോരാട്ടം എത്തുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് ഇത്തരം മനോഹരമായ നിമിഷങ്ങൾക്കാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.